Welcome to NCERT Plus 1 and Plus 2 Physics. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ NCERT എക്സസൈസ് പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. A U-shaped wire is dipped in soap solution and removed. ഒരു U-shaped wire soap solutionൽ ഡിപ്പ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. So, the thin soap film formed between the wire and the light slider supports a weight of 1.5 into 10 power minus 2 Newton, which includes the small weight of the slider. അപ്പോൾ ഇവിടെ ഒരു സോപ്പ് ഫിലിം വയറിന്റെ ആ സ്ലൈഡറിന്റെ ഇടയ്ക്കായിട്ട് ഉണ്ടാവുന്നു. ആ സോപ്പ് ഫിലിമിന് ഇത്രയും വെയിറ്റ്, ദാറ്റ് മീൻസ് ഇത്രയും ഫോഴ്സ് അതിന് താങ്ങാൻ പറ്റും. Then length of the slider is 30 centimeter. What is the surface tension of the film എന്നതാണ്. അപ്പം ഇതൊരു സോപ്പ് ഫിലിമാണ്. സോപ്പ് ഫിലിമിന് 2 സർഫസസ് ഉണ്ട്. സോപ്പ് ഫിലിമിന് എന്താണ് 2 സർഫസ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ സർഫസ് ടെൻഷന്റെ ഇക്വേഷൻ നമ്മൾ സർഫസ് ടെൻഷൻ ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ബൈ എൽ ആണ്. ബട്ട് 2 സർഫസ് ഉള്ളതുകൊണ്ട് ഫോഴ്സ് ബൈ 2L, F/2L. എല്ലാ ഡീറ്റെയിൽസും നമ്മളുണ്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് ഇൻ ന്യൂട്ടൺസ്. 1.5 into 10 power minus 2 ഡിവൈഡ് ബൈ 2 into നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്ലൈഡർ 30 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിനെ നമ്മൾ മീറ്ററിലേക്ക് എടുക്കണം. സോ ദാറ്റ് മീൻസ് 10 power minus 2 meter. So this is 30 into 10 power minus 2. Okay. അപ്പോൾ ഇത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.5 into 10 power minus 2 Newton per meter എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ ഫിലിം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിഗർ 10.24a shows a thin liquid film supporting a small weight of 4.5 into 10 power minus 2 Newton. ഫിഗർ 10.24 എന്നത് ഈ ഫിഗർ ആണ് they are referring to. സോ ഈ ഫിഗറിൽ ഒരു തിൻ ലിക്വിഡ് ഫിലിം ഉണ്ട്. ഒരു തിൻ ലിക്വിഡ് ഫിലിം, ആ ഫിലിമിന്റെ ലെങ്ത് ആണ് 40 സെന്റിമീറ്റർ. ഓക്കെ, ആൻഡ് ദാറ്റ് ലിക്വിഡ് ഫിലിം ഈസ് സപ്പോർട്ടിങ് എ സ്മോൾ വെയിറ്റ്. ഇതൊരു ചെറിയ വെയിറ്റിനെ താങ്ങുന്നുണ്ട്. ആ വെയിറ്റ് എന്ന് പറയുന്നതാണ് 4.5 into 10 power minus 2 Newton. Okay, then what is the weight supported by a film of the same liquid at the same temperature in figure B and C? അപ്പോൾ ഫിഗർ ബിയിലും സിയിലും ഇത് ഇവിടെയുള്ള അതേ ലിക്വിഡാണ് ഇവിടെയും ഉള്ളത്. ആൻഡ് ഇവിടുത്തെ എന്ത് ടെമ്പറേച്ചർ ആണോ അതേ ടെമ്പറേച്ചർ ആണ് ഇവിടെയും ഉള്ളത്. അപ്പം ഇൻ ദാറ്റ് കേസ് എന്താണ്, ഈ രണ്ട് ലിക്വിഡ്സും ഇവിടെയും എന്താണ് ലിക്വിഡിന്റെ ലെങ്ത് ഓഫ് ദ തിൻ ഫിലിം എന്ന് പറയുന്ന ലിക്വിഡ് ഫിലിം എന്ന് പറഞ്ഞാൽ 40 സെന്റിമീറ്റർ ആണ്. ഈ കേസിലും 40 സെന്റിമീറ്റർ. എത്രയാണ് അവർ താങ്ങുന്ന വെയിറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആകെ കൂടെ ഇതിൽ നിന്നും ഈ ഫസ്റ്റ് ഫിഗറിൽ നിന്നും എന്താണ് വ്യത്യാസമാവുന്നതിന്റെ ഒരു ഷേപ്പ് മാത്രമാണ്. ഈ വെള്ളം ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ്, അത് മാത്രമേ ആക്ച്വലി ഇവിടെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നേച്ചർ ഓഫ് ലിക്വിഡ്. ഓക്കെ, അത് നേച്ചർ ഓഫ് ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് സെയിം ലിക്വിഡ് ആണ്, ഈ 3 ഭാഗത്തും ഒരേ ലിക്വിഡ് ആണ്. ആൻഡ് യു നോ സർഫസ് ടെൻഷൻ ഇറ്റ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ എന്നൊരു കാര്യമുണ്ട്. സർഫസ് ടെൻഷൻ വേരീസ് വിത്ത് ടെമ്പറേച്ചർ, അത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബിക്കോസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ഒരേ ടെമ്പറേച്ചറിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ബിയും സിയും എന്ത് ഈ എയിൽ എത്രമാത്രം സപ്പോർട്ട് ചെയ്യാവോ അത്രമാത്രം വെയിറ്റ് ബിയിലും സിയിലും സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് സർഫസ് ടെൻഷൻ ഈസ് സെയിം ഫോർ ഓൾ ദ ലിക്വിഡ്, റൈറ്റ്? സർഫസ് ടെൻഷൻ ഈസ് സെയിം ഫോർ all 3 liquids. ആ 3 ലിക്വിഡ്സിനും ഒരേ സർഫസ് ടെൻഷൻ ആണ്. ബിക്കോസ് ഒരേ ടെമ്പറേച്ചർ ഒരേ ലിക്വിഡ്, ദെയർഫോർ ഒരേ ലെങ്ത്, തിൻ ഫിലിമിന്റെ ലെങ്ത്തും ഒരേ ഇത് തന്നെയാണ്. അല്ലെങ്കിൽ മാറിയേനെ, ഈ 40 സെന്റിമീറ്റർ എല്ലായിടത്തും. ദെയർഫോർ എന്താണ് വെയിറ്റ് സപ്പോർട്ടഡ് ബൈ ഫിലിം ഇൻ ബി ആൻഡ് സി ഈസ് ഓൾസോ 4.5 into 10 power minus 2 Newton. This is the same as A. അതുപോലെ വരും. ഇനി ആ സർഫസ് ടെൻഷന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ജസ്റ്റ് എന്താണ് F/2L ചെയ്താൽ മതി. ഓക്കെ, ബിക്കോസ് എഫ് ഉണ്ട് നമുക്ക് 4.5 into 10 power minus 2 Newton and 2 into this one. This is 40 centimeter means 0.4, right? 0.4. ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടും. അത്രയും സർഫസ് ടെൻഷൻ. ബട്ട് സർഫസ് ടെൻഷൻ ഈസ് സെയിം ഫോർ ഓൾ ദി കേസസ്. ഓക്കെ,
Next question നോക്കാം. What is the pressure? This question. What is the pressure inside the drop of mercury of radius 3 millimeter at room temperature? അപ്പം ഒരു ഡ്രോപ്പ് ഓഫ് മെർക്കുറി ആണുള്ളത്. അതിന്റെ പ്രഷർ ഇൻസൈഡ്, അതിന്റെ ഉള്ളിലുള്ള ആ ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള പ്രഷർ എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആ ഡ്രോപ്പിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ, സർഫസ് ടെൻഷൻ ഓഫ് മെർക്കുറി അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സർഫസ് ടെൻഷന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓൾസോ ഗീവ് ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ്. എക്സസ് പ്രഷർ എന്താണെന്നും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിന്റെ തിയറി കണ്ടാണ്. ഫോർ എ ഡ്രോപ്പ് ഇൻസൈഡ് പ്രഷർ പി ഐയും ഔട്ട്സൈഡ് പ്രഷർ പി ഒ ആവുന്ന കേസിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പി ഐ മൈനസ് പി ഒ, ദ എക്സസ് പ്രഷർ ഇസ് ഗിവൺ ബൈ 2s by r. Okay, PI minus PO is the excess pressure, that is 2s by r. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് where PI is the inside pressure. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത്? ഇൻസൈഡ് പ്രഷർ ഇൻസൈഡ് ദ മെർക്കുറി ഡ്രോപ്പും കാണണം, എക്സസ് പ്രഷറും കാണണം. എക്സസ് പ്രഷർ is the difference between inside pressure and outside pressure, which is 2s by r. Okay, അപ്പം നമുക്ക് for the case of drop it is like this. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. So pressure inside the drop എന്ന് പറയുന്നത് അത് മാത്രമാണ് ഫസ്റ്റ് പാർട്ട് ചോദിക്കുന്നത്, ദാറ്റ് ഇസ് പി ഐ. സോ അതിന് നമുക്ക് പി ഒ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. പി ഒ പ്ലസ് 2s by r. പി ഒ എന്ന് പറയുന്നത് ഔട്ട്സൈഡിലെ പ്രഷറാണ്. ഔട്ട്സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ പി എ പ്ലസ് 2s by r. അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നിട്ടുണ്ട് 1.101 into 10⁵ പാസ്കൽ ആൻഡ് 2 into സർഫസ് ടെൻഷനും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4.65 into 10⁻⁻1 എന്ന്. ആൻഡ് റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഈസ് 3 mm എന്നാണ് തന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് മീറ്ററിലേക്ക് ആക്കുമ്പോൾ 3 into 10⁻⁻3 മീറ്റർ. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 into 10⁻⁻3 മീറ്റർ. സോ ദിസ് വിൽ ബിക്കം 1. ഇത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 1.013 into 10⁵ പാസ്കൽ വരും. സോ ദിസ് ഇസ് ദ ടോട്ടൽ പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ്. ഇനി ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ഡ്രോപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സസ് പ്രഷർ മീൻസ് the pressure inside and minus the outside pressure, അതാണ് excess pressure, which is given by 2s by r. അല്ലെങ്കിൽ നമുക്കിപ്പോൾ പി ഐ ഉണ്ട്, ഈ വാല്യൂ ഉണ്ട്, പി ഒയും നമുക്കുണ്ട്, ദാറ്റ് ഇസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഇസ് ഓൾസോ ആ വാല്യൂ നമുക്കുണ്ട്. അത് ഡയറക്റ്റ് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ 2s by r ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കണ്ടുപിടിച്ചാലും മതി. സോ excess pressure inside the drop is equal to PA minus PO, which is the same as 2s by r. So 2 into 4.65 into 10⁻⁻1 divided by r, 3 into 10⁻⁻3. So the value is 310 Pascal. Okay, ഇതിന്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി കണ്ടതാണ് while we are discussing the sections. Okay, the next question നോക്കാം. What is excess pressure inside a bubble of soap solution of radius 5 mm given that surface tension of soap solution at that temperature is 2.50 into 10⁻⁻2 Newton per meter. Okay, അപ്പം ഒരു സോപ്പ് സൊല്യൂഷന്റെ അകത്തെ ഇൻസൈഡ് വാട്ട് ഇസ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ബബിൾ ഓഫ് സോപ്പ് സൊല്യൂഷൻ. ഒരു സോപ്പ് ബബിളിന്റെ എക്സസ് പ്രഷർ എത്രയാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു സോപ്പ് സൊല്യൂഷൻ്റെ അകത്തെ ബബിൾ, ദാറ്റ് ഇസ് എ സോപ്പ് ബബിൾ. അപ്പോൾ ആ സോപ്പ് സൊല്യൂഷൻ്റെ അകത്തെ ബബിളിൻ്റെ ഉള്ളിലെ എക്സസ് പ്രഷർ എത്രയാണെന്നാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബബിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, സോപ്പ് സൊല്യൂഷൻ്റെ സർഫസ് ടെൻഷനും നമുക്ക് തന്നിട്ടുണ്ട്. ഇഫ് എൻ എയർ ബബിൾ ഓഫ് ദ സെയിം ഡയമെൻഷൻ, ഇനി ഒരു എയർ ബബിൾ അതിന് അതേ ഡയമെൻഷൻ, ദാറ്റ് മീൻസ് എന്താണ്, ഈ സോപ്പ് ബബിളിൻ്റെ അതേ റേഡിയസ് ഉള്ള ഒരു എയർ ബബിൾ ഓഫ് ദ സെയിം ഡയമെൻഷൻ വെർ ഫോംഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 40 cm inside a container containing the soap solution. ഈ സോപ്പ് സൊല്യൂഷൻ ഉള്ള ആ കണ്ടെയ്നറിൻ്റെ അകത്തു നിന്നും ഒരു 40 cm താഴെ ഒരു എയർ ബബിൾ, ഈ സോപ്പ് ബബിളിൻ്റെ അതേ റേഡിയസിൽ ഒരു എയർ ബബിൾ ഫോം ചെയ്യുകയാണെങ്കിൽ സോപ്പ് സൊല്യൂഷൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ, ആ ബബിളിൻ്റെ പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ കൺവേർഷൻ തന്നിട്ടുണ്ട്, 180 ms water. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് അത് നമ്മൾ ചോദിച്ചിരിക്കുന്ന എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഓഫ് സോപ്പ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. എക്സസ്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട എക്സ്പ്രഷൻ. എക്സസ് പ്രഷർ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ് തിയറി പഠിച്ചപ്പോഴൊക്കെ. എക്സസ് പ്രഷർ ഇൻസൈഡ് ദ
സോപ്പ് ബബിൾ. ഒരു സോപ്പ് ബബിളിന് രണ്ട് സർഫസ് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ എക്സസ് പ്രഷർ ദാറ്റ് ഇസ് PI minus PO, inside pressure minus outside pressure. The formula is given by 4S by R എന്നുള്ളതാണ് ഇതിന്റെ ഫോർമുല. അപ്പൊ നമുക്ക് 4 into surface tension ആണ്. യെസ്, അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. 2.50 into 10 power minus 2 Newton per meter ഡിവൈഡ് ബൈ, ഇവിടെ നോക്കുക റേഡിയസ് നമുക്ക് 5 mm ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ അതിനെ നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 power minus 3 meter. So this will become 5 into 10 power minus 3, that is 20 Pascal. Okay, ഇതാണ് excess pressure inside the soap bubble. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ഇനി ഒരു എയർ ബബിൾ 40 സെന്റിമീറ്റർ താഴെ ഈ സോപ്പ് സൊല്യൂഷനകത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പ്രഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം അതിന്റെ പ്രഷറാണ് ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് ഫോർ എൻ എയർ ബബിൾ, എന്താണ് for an air bubble, അത് inside soap solution, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. for an air bubble inside the soap solution, അപ്പൊ സോപ്പ് സൊല്യൂഷന്റെ അകത്താണ് ഈ എയർ ബബിൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം എസ്പെഷ്യലി എയർ ബബിൾ ഇഫ് ഇറ്റ് ഇസ് ഇൻസൈഡ് എ ലിക്വിഡ്, അതിന് ഇറ്റ് ഹാസ് ഓൺലി വൺ സർഫസ്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇറ്റ് ഹാസ് ഓൺലി വൺ സർഫസ്. അതുകൊണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അത് ഒരു സർഫസേ ഉള്ളൂ. ബിക്കോസ് the air bubble is inside the soap solution. അല്ലെങ്കിൽ അതിന് 2 സർഫസ് ആവുമായിരുന്നു. ഒരു ലിക്വിഡിന്റെ അകത്തുള്ള എയർ ബബിൾ ആണെങ്കിൽ അതിന് ഒരു സർഫസ് ഉണ്ടാവുള്ളൂ. ഇക്വേഷൻസ് എല്ലാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കിവിടെ പ്രഷർ ഇൻസൈഡ് മൈനസ് ഈ എയർ ബബിള് ഒരു എന്താണ് ഒരു ഇത്ര ഡിസ്റ്റൻസിൽ താഴെയാണ്, എച്ച് ഡെപ്തിൽ താഴെയാണ് അവിടുത്തെ പ്രഷർ മൈനസ് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. Okay, that is the outside pressure. ഇത്രയും കൂടെ ചേരുമ്പോഴാണ് അതിന്റെ എക്സസ് പ്രഷർ ഉണ്ടാകുന്നത്. ആൻഡ് ദാറ്റ് എക്സസ് പ്രഷർ ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം ഫോർമുല ഷുഡ് ബി 2S by R because it has only one surface. Otherwise അല്ലെങ്കിൽ നമുക്ക് 4S by R ഇടേണ്ടി വരും, ഒരു സർഫസേ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ എക്സസ് പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു എക്സസ് പ്രഷർ ദാറ്റ് ഈസ് ഗിവൺ ബൈ 2S by R. അപ്പൊ ഈ 2S by R എന്നുള്ള എക്സസ് പ്രഷർ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, because എന്നാലും നമുക്ക് ഫോർമുല എടുക്കാൻ പറ്റുള്ളൂ. സോ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ എയർ ബബിൾ inside soap solution, which is given by 2S by R. Okay, this is given by 2S by R. So 2 into our surface tension of soap solution or another 2.5 into 10 power minus 2 ആണ്. ആൻഡ് എയർ ബബിളിനും സോപ്പ് ബബിളിന്റെ അതേ റേഡിയസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സോപ്പ് ബബിളിന്റെ റേഡിയസ് 5 into 10 power minus 3 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിന് ഇടാം. ആൻഡ് യു വിൽ ഇത് വർക്ക്ഔട്ട് യു വിൽ ഗെറ്റ് ഇറ്റ് as 10 pascals. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് we need the pressure inside the air bubble. എയർ ബബിളിന്റെ അകത്തെ പ്രഷറാണ്, ഇൻസൈഡ് പ്രഷറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ PI ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഈ ഇക്വേഷന്റെ അകത്ത് നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? See from this equation PI is equal to 2S by R plus H rho G plus PA. അപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. ദാറ്റ് ഇസ് PA plus H rho G plus 2S by R. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടുത്തെ ഡെൻസിറ്റിയുടെ വാല്യൂ നമുക്ക് നോക്കാം. ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. സോപ്പ് സൊല്യൂഷന്റെ റിലേറ്റീവ് ഡെൻസിറ്റി 1.20 ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് സോപ്പ് സൊല്യൂഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. യു നോ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് density of that soap solution divided by density of water ആണ്. That is what is given 1.2. So density, which is density of the soap solution, that is നമ്മൾ represent ചെയ്യുന്ന ലെറ്റർ ആണ്. ഇതിന്റെ റോ അതിന് വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. That is given by 1.2 into density of water എന്ന് പറയുന്നത് 10 cube ആണ്. So this is 1.2 into 10 cube kilogram per meter cube. Okay, നമുക്ക് ഇനി PA കിട്ടാനുള്ള എല്ലാം ഉണ്ട്. PA എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1.01 into 10 power 5 plus the air bubble is formed at a depth of 40 centimeter എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ എയർ ബബിൾ ഫോം ചെയ്യുന്ന ഡെപ്ത് 40 centimeter ആണ്. H is 40 centimeter. അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.4 meter. So this is 0.4 into rho എന്ന് പറയുന്ന 1.2 into 10 cube into
9.8 G പ്ലസ് 2s/r വാല്യൂ 10 പാസ്കൽ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ അത്രയും കൂടി നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് pressure inside the air bubble എന്ന് പറയുന്നത് 1.06 into 10⁵ പാസ്കൽ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A manometer reads the pressure of gas in an enclosure as shown in figure 10.25a. അത് ഈ ഫിഗറിൻ്റെ അകത്ത് കാണുന്നത് പോലെ ഒരു മാനോമീറ്റർ, ദിസ് ഇസ് എ മാനോമീറ്റർ, അത് ഈ ഒരു എൻക്ലോഷറിൻ്റെ അകത്തെ ഗ്യാസിന്റെ പ്രഷർ മെഷർ ചെയ്യുന്നു. ഓക്കെ, ഇത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി മാനോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചപ്പോഴാണ് ഈ മെർക്കുറിയുടെ ഇതിന്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന മെർക്കുറിയാണ്. ഓക്കെ, ദ ലിക്വിഡ് യൂസ് ഇൻ ദ മാനോമീറ്റർ ഇസ് മെർക്കുറി ആൻഡ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. മെർക്കുറിയുടെ കേസിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ഓഫ് മെർക്കുറിയാണ്. ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മെർക്കുറിയാണ്. അപ്പം ഇതിന്റെ അകത്ത് എന്താണ് ഗേജ് പ്രഷർ എന്ന് പറയുന്നത്? ബേസിക്കലി എന്താണ് നമ്മൾ പഠിച്ചതാണ്. ഗേജ് പ്രഷർ എന്ന് വെച്ചാൽ ഈ മെർക്കുറിയുടെ ലെവലിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഗേജ് പ്രഷർ നൽകുന്നത്. ഓക്കെ, അത് നമുക്ക് മാനോമീറ്ററിൽ നിന്ന് മെഷർ ചെയ്യാം എന്നൊക്കെ നമ്മൾ തിയറി പഠിച്ചിരുന്നു. ഓക്കെ, that's it. And when a pump removes some of the gas, the manometer reads as in figure 10.25b. ഈ സെക്കൻഡ് ഫിഗറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്യാസിന്റെ പ്രഷറാണല്ലോ അളക്കുന്നത്. ഇപ്പൊ കുറച്ച് ഗ്യാസ് പമ്പ് വഴി റിമൂവ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞു. അതിന് ശേഷം എന്താണ് മാനോമീറ്ററിന്റെ റീഡിങ് ഇങ്ങനെ വന്നു. ഇപ്പൊ മെർക്കുറിയുടെ ലെവലിന് നേരത്തെ ഇങ്ങനെ ഇരുന്ന ലെവല് ഇപ്പം ഇങ്ങനെ താഴേക്ക് പോയി. ഓക്കെ, സോ ഗീവ് ദ അബ്സല്യൂട്ട് ആൻഡ് ഗേജ് പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ ദ എൻക്ലോഷർ ഫോർ കേസ് എ ആൻഡ് ബി ഇൻ യൂണിറ്റ്സ് ഓഫ് സെന്റിമീറ്റർ ഓഫ് മെർക്കുറി. സെന്റിമീറ്റർ ഓഫ് മെർക്കുറി ആ യൂണിറ്റിൽ തന്നെ ഈ രണ്ട് ഫിഗറിലെ രണ്ട് കേസിലെ ഗ്യാസിന്റെ അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വുഡ് ദ ലെവൽ ചേഞ്ച് ഇൻ കേസ് ബി? ഓക്കെ, നമുക്കത് ഓരോ ഇതായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലെയും ബിയിലും രണ്ട് പടത്തിന്റെ അകത്തെ അബ്സല്യൂട്ട് പ്രഷറും ഗേജ് പ്രഷറും പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് കാണാം. ഇതിന്റെ ടോപ്പും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസിന്റെ ലെവലാണ് എപ്പോഴും ഗേജ് പ്രഷർ ആയിട്ട് വരുന്നത്. ഈ രണ്ട് ലിമ്പിലുള്ള മെർക്കുറിയുടെ ലെവലിന്റെ ഡിഫറൻസ് ആണ് നമ്മളുടെ ഗേജ് പ്രഷർ. അത് ഓൾറെഡി എന്താണ് ഈ ഫസ്റ്റ് ഫിഗറിൽ 20 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഫോർ ഫിഗർ എ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ലിമ്പിന്റെ മെർക്കുറി ലെവലിന്റെ ഡിഫറൻസ് ആണ്. സോ ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ഓഫ് HG. കാര്യം നമ്മളോട് മെർക്കുറി ലെവലിൽ തന്നെ സെന്റിമീറ്റർ യൂണിറ്റിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം വാട്ട് ഈസ് ബേസിക്കലി ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അബ്സല്യൂട്ട് പ്രഷർ ആൻഡ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അത് അതിന്റെ ഡിഫറൻസ് ആണ് ഗേജ് പ്രഷർ. അത് ഓൾറെഡി നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ട് അബ്സല്യൂട്ട് പ്രഷർ എത്രയാണെന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് യു ക്യാൻ ഫൈൻഡ് അബ്സല്യൂട്ട് പ്രഷറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. അപ്പം അബ്സല്യൂട്ട് പ്രഷർ P is equal to അറ്റ്മോസ്ഫിയറിക് പ്രഷർ പ്ലസ് ഗേജ് പ്രഷർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ഓഫ് HG. ദാറ്റ് ഈസ് PA എന്ന് പറയുന്നത് 76 സെന്റിമീറ്റർ ഓഫ് HG എന്ന് തന്നിട്ടുണ്ട്. Therefore ഇവിടുത്തെ അബ്സല്യൂട്ട് പ്രഷർ എത്രയായിരിക്കും? 76 പ്ലസ് 20 വിച്ച് ഇസ് 96 സെന്റിമീറ്റർ ഓഫ് HG. അതാണ് അബ്സല്യൂട്ട് പ്രഷർ. ഇനി നെക്സ്റ്റ് കേസിന് ഫിഗർ ബി എടുക്കാം. ഫിഗർ ബിയിൽ നോക്കുക, ഈ ലെവൽ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ഇത് അതർ ലിംബ്. ഈ ലിംബ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ഇതിൻ്റെ അടുത്ത് ഏതാണോ കണക്ട് ചെയ്യുന്നത് അതാണ് നമ്മൾ ഗ്യാസിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഈ റെഫറൻസിൽ നിന്ന് ഈ മെർക്കുറി ലെവൽ താഴെയാണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് വാല്യൂ ആണ് അപ്പൊ ഗേജ് പ്രഷറിന് ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം നമ്മുടെ എന്താണ് ഗ്യാസ് കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. അവിടെ നിന്നാണ് നമ്മൾ ലെവൽ ഓഫ് മെർക്കുറി മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ഈ ലിംബിന്റെ മെർക്കുറി ലെവൽ താഴെയാണ്. ദ ഡിഫറൻസ് ഇസ് 18 സെന്റിമീറ്റർ. സോ ഹിയർ ഗേജ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 18 സെന്റിമീറ്റർ ഓഫ് HG. ആൻഡ് ഫിഗർ ബിയില് അബ്സല്യൂട്ട് പ്രഷർ P is equal to here like PA plus gauge pressure PG. So PA എന്ന് പറയുന്നത് 76, gauge pressure minus 18. So that is ഈ ചെയ്യുമ്പം
58 centimeter of Hg in it. Okay. In the next question, how would the levels change in case B? At the case B, ഈ പിക്ചറിൽ എങ്ങനെയായിരിക്കും ലെവൽസ് ചേഞ്ച് ചെയ്യുക? If 13.6 centimeter of water are poured into the right limb of the manometer. അത് ഈ റൈറ്റ് ലിംബിൽ 13.6 സെന്റിമീറ്റർ ഓഫ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, അത് ഈ റൈറ്റ് ലിംബിലേക്ക് അത്രയും വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എത്രമാത്രം ചേഞ്ച് ഇൻ ലെവൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം ഈ മെർക്കുറി ലെവലിന്റെ ഈ ലിംബിലും ഈ ലിംബിലുള്ള ഡിഫറൻസ് 18 ആണ്. അപ്പം ഈ ലിംബിലേക്ക് 13.6 സെന്റിമീറ്റർ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഈ 18 സെന്റിമീറ്റർ എന്നുള്ളത് എങ്ങനെ മാറും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നത് സ്മോൾ ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് ദ യെസ്. ഓക്കെ, അപ്പൊ അതാണ്, അത് നമുക്ക് നോക്കാം. അപ്പൊ 13.6 സെന്റിമീറ്റർ ഓഫ് വെള്ളമാണ് ആ റൈറ്റ് ലിംബ്, ഫിഗർ ബിയിലെ റൈറ്റ് ലിംബിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം എനിവേസ് എപ്പോഴാണെങ്കിലും എന്താണ്, ഈ റൈറ്റ് ലിംബിലെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. ദാറ്റ് മീൻസ് നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് പിന്നെ pressure is equal to rho gh അല്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം എന്താണെങ്കിലും. സോ ദാറ്റ് ഇസ് given by rho gh. അപ്പം ഈ വെള്ളത്തിന്റെ rho gh ന്റെ വാല്യൂ മെർക്കുറിയുടെ rho gh കൂടെ എടുക്കുമ്പോൾ അത് ഈക്വൽ ആയേ പറ്റുള്ളൂ. ഫ്രം ദാറ്റ് നമുക്ക് എത്രത്തോളം എന്താണ് മെർക്കുറിയുടെ ലെവലും വാട്ടറിന്റെ ലെവലും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഹൈറ്റ് ലെവൽ ഡിഫറൻസ്, ഹൈറ്റ് ലെവലിന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് റോ ഡബ്ല്യു ജി എച്ച് ഡബ്ല്യു എന്ന് പറയുന്നതും എന്താണ്, നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെയിം ആയിട്ട് അവിടെ നിൽക്കണം. ദാറ്റ് മീൻസ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു റോ എം. ദിസ് ഇസ് റോ എം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി, ഇവിടെ റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് അത് ലെവൽ ഹൈറ്റ് കോളം ഓഫ് അത് വാട്ടർ ലെവലിന്റെ റൈസ് എത്രയാന്ന് വെച്ചാൽ അത് ഇൻറ്റു ജി ഇൻറ്റു ഇവിടെ എച്ച് എന്ന് പറയുന്നത് എച്ച് എം, ദാറ്റ് കറസ്പോണ്ട്സ് ദ മെർക്കുറി ലെവൽ റൈസ്. അപ്പം എത്രമാത്രം ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 10 ക്യൂബ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആൻഡ് ഈ രണ്ട് ഇക്വേഷനകത്ത് എക്സ്പ്രഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ആൻഡ് വാട്ടർ എത്ര, ഹൈറ്റ് ഓഫ് വാട്ടർ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് 13.6 സെന്റിമീറ്റർ വെള്ളമാണ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് 13.6 സെന്റിമീറ്റർ. ആൻഡ് യുനോ മെർക്കുറിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 13,600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, സോ വാട്ട് ഇസ് എച്ച് എം? മെർക്കുറി എത്ര, അതിന്റെ കോളം എത്ര ഹൈറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല. നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇഫ് യു ഇക്വേറ്റ് ഓൾ ദീസ് തിങ്സ്, 10 ക്യൂബ് ഇൻറ്റു HW is 13.6 is equal to 13,600 into HM. So ഇതിൻ്റെ അകത്ത് നമുക്ക് HM എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? 10 ക്യൂബ് into 13.6 divided by 13,600 which will give you 1 centimeter. That means അതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായി 13.6 centimeter of water, ഇത്രയും ഒരു വാട്ടർ കോളം എന്ന് പറയുന്നത് 13.6 centimeter of water കോളം എന്ന് പറയുന്നത് should be equal to 1 centimeter of mercury കോളം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ആ രണ്ട് ലിംസിലെയും തമ്മിലുള്ള മെർക്കുറി കോളത്തിന്റെ ലെവൽ ഓഫ് മെർക്കുറി കോളത്തിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എച്ച് ആണെന്ന് എടുക്കുക. ഓക്കെ, സോ എച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എച്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെർക്കുറി ലെവൽസ് ഓഫ് ടു ലിംസ്. അതിനെ നമ്മൾ എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബിഫോർ പോറിംഗ് ദിസ് 13.6 സെന്റിമീറ്റർ ഓഫ് വാട്ടർ, അതായത് 13.6 സെന്റിമീറ്റർ ഓഫ് വെള്ളം അവിടെ പോർ ചെയ്യുന്നതിന് മുന്നേ എന്താണ്, എച്ച് വാസ് 18 സെന്റിമീറ്റർ. ക്വസ്റ്റനിൽ 18 സെന്റിമീറ്റർ, നമുക്ക് ഫിഗറിൽ 18 സെന്റിമീറ്റർ ആണ്. സോ ഇനി ആഫ്റ്റർ പോറിംഗ് എന്താ 13.6 സെന്റിമീറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ then H will be definitely കാര്യം 13.6 centimeter of water എന്ന് പറഞ്ഞാൽ 1 centimeter mercury column, definitely mercury column റൈസ് ചെയ്യും. ആൻഡ് ആ റൈസ് എന്ന് പറയുന്നത് 1 centimeter റൈസ് ആയിരിക്കും. സോ now it will be 18 centimeter plus 1 centimeter which is equal to 19 centimeter ആയിരിക്കും. ഓക്കെ, that is just 19 centimeter. അപ്പം എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലെവൽസ് ഓഫ് മെർക്കുറി ഇൻ ദ ടു കോളം എന്ന് പറയുന്നത് 19 centimeter ആയിരിക്കും. ഓക്കെ,
So that's this problems. Next problems നമുക്ക് ബാക്കി rest of problems next video നോക്കാം. So thank you.